ഒരു രാജ്യത്തിന്റെ ആർമി ചീഫിനോട് ഒരു രാഷ്ട്രീയ നേതാവ് പരസ്യമായിട്ട് പറയുകയാണ്, ടേക്ക് ഓഫ് യുവർ യൂണിഫോം, ധൈര്യമുണ്ടെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും. അതായത് അത്രയ്ക്ക് രാഷ്ട്രീയ മോഹമുണ്ടെങ്കിൽ ആ യൂണിഫോം അങ്ങ് ഊരി വെച്ചിട്ട് തെരഞ്ഞെടുപ്പിൽ വന്ന് മത്സരിക്കുവായി. അപ്പോൾ കാണാം ജനങ്ങൾ നിനക്ക് തരുന്ന വോട്ട്. കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നാമെങ്കിലും പാക് രാഷ്ട്രീയത്തിന്റെ അടിത്തറയിളക്കുന്ന ഒരു മാസ് ഡയലോഗാണിത്. ഒരു ഭാഗത്ത് ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാർ, മറ്റൊരു ഭാഗത്ത് രാജ്യത്തെ ഏറ്റവും ശക്തമായ സ്ഥാപനമെന്ന് പറയപ്പെടുന്ന പാകിസ്ഥാൻ ആർമി. ഇവരുടെ പവർ സ്ട്രഗിൾ ഇപ്പോൾ പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരു ജനറൽ നേരിട്ട് പ്രതിപക്ഷത്തിന്റെ തോക്കിൻ മുന്നിലായത്? ഇത് പാകിസ്ഥാന്റെ രാഷ്ട്രീയ ഭാവിയെ എങ്ങനെ ബാധിക്കും? നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. പാകിസ്ഥാനിൽ സൈന്യത്തിന്റെ സ്വാധീനം പുത്തരിയല്ല. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം പലതവണ അവിടെ മിലിറ്ററി കൂപ്പ് നടന്നിട്ടുണ്ട്. ആയൂബ് ഖാൻ, യാഹ്യ ഖാൻ, സിയ ഉൽ ഹഖ്, അതുപോലെ പർവേസ് മുഷറഫ്, ഇങ്ങനെ നേരിട്ട് രാജ്യം ഭരിച്ച ആർമി ചീഫ്സ് വരെ പാകിസ്ഥാനിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ രാഷ്ട്രീയത്തിൽ ആർമിയുടെ ഇൻഫ്ലുവൻസ് വളരെ വലുതാണ്. ഇപ്പോൾ അതേ വിഷയമാണ് വീണ്ടും വലിയ ചർച്ചയാകുന്നത്. യെസ്, പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് അവിടുത്തെ സൈന്യത്തിന്റെ അപ്രമാദിത്വമാണ്, അല്ലെ? ഗവൺമെന്റ് ആര് ഭരിക്കണം, ആര് പ്രതിപക്ഷത്തിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് പാക് സൈന്യമാണ് എന്നാണ് പറയപ്പെടാറുള്ളത്. എന്നാൽ ഇതാ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രമുഖ പാകിസ്ഥാനി രാഷ്ട്രീയ നേതാവ് അവിടുത്തെ അതിശക്തനായ ആർമി ചീഫ് ജനറൽ അസീം മുനീറിനെ നെഞ്ചുവിരിച്ച് വെല്ലുവിളിച്ചിരിക്കുകയാണ്. വെറും ഒരു വെല്ലുവിളിയല്ല, ധൈര്യമുണ്ടെങ്കിൽ ആ സൈനിക യൂണിഫോം, ആ വേഷം അങ്ങോട്ട് ഊരി വെച്ച് വന്ന് ജനവിധി തേടി നോക്കാം. അപ്പോൾ കാണാം ജനങ്ങൾ നിങ്ങൾക്ക് തരുന്ന വോട്ടിന്റെ വില എന്നാണ് അദ്ദേഹം പരസ്യമായിട്ട് ആക്രോശിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിലെ ജമിയത്ത് ഉലമ ഇ ഇസ്ലാം എഫ് അഥവാ JUIF ചീഫായ മൗലാന ഫസ്ലൂർ റഹ്മാനാണ് ഈ വൻ വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. പാക് നാഷണൽ അസംബ്ലിയിൽ 10 സീറ്റുകളുള്ള ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടിക്കൊപ്പം നിൽക്കുന്ന ഏറ്റവും ശക്തമായ പ്രതിപക്ഷ നിരയാണ് ഇവരുടേത്. സംഭവം എന്താണ് എന്നല്ലേ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പാകിസ്ഥാനിൽ ഭീകരവാദ ആക്രമണങ്ങളും ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങളും വളരെ കൂടുതലാണ്. ഇതിനെ പ്രതിരോധിക്കാൻ ജനങ്ങൾ സ്വന്തമായിട്ട് സായുധ സംഘങ്ങൾ രൂപീകരിക്കണം, അല്ലെങ്കിൽ മിലിഷ്യകളെ ഉണ്ടാക്കി തീവ്രവാദികൾക്കെതിരെ പോരാടണമെന്ന് ആർമി ചീഫ് അസീം മുനീർ ആഹ്വാനം ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് മൗലാന ഫസ്ലൂർ റഹ്മാൻ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് വളരെ സിമ്പിളായ എന്നാൽ വളരെ ഷാർപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങളുടെ ചോരയും നീരുമായിട്ടുള്ള നികുതി പണത്തിൽ നിന്നാണ് സൈനികർ ശമ്പളം വാങ്ങുന്നത്. രാജ്യം കാക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എന്നിട്ട് നിങ്ങളിപ്പോൾ സാധാരണക്കാരോട് ആയുധമെടുത്ത് ലഷ്കറുകൾ, അതായത് മിലിഷ്യകൾ ഉണ്ടാക്കാൻ പറയുന്നു. ഞാൻ ഒരു ലഷ്കറും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇതാണ് ആ പവർഫുൾ സ്റ്റേറ്റ്മെന്റ്. അവിടെയും തീർന്നില്ല. അദ്ദേഹം നേരിട്ട് അസീം മുനീറിനെ ടാർഗറ്റ് ചെയ്തു. പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ ആർമി നടത്തുന്ന പൊളിറ്റിക്കൽ ആ ഒരു ഇന്റർഫിറൻസ് അല്ലെങ്കിൽ ഇടപെടലുകളെ അദ്ദേഹം ശക്തമായിട്ട് അപലപിച്ചു. അദ്ദേഹം പറഞ്ഞു, ആർക്ക് ഭരണം കൊടുക്കണം, ആരിൽ നിന്ന് ഭരണം പിടിച്ചെടുക്കണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണല്ലോ. നിങ്ങൾക്ക് അത്രയ്ക്ക് രാഷ്ട്രീയം കളിക്കണമെങ്കിൽ ആ യൂണിഫോം അങ്ങോട്ട് ഊരി വെച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വാ, ഇലക്ഷനിൽ മത്സരിക്കുക. അപ്പോൾ മനസ്സിലാകും ജനങ്ങൾ നിങ്ങൾക്ക് എത്ര വോട്ട് തരുമെന്ന്. സൈന്യത്തിന്റെ ആ ഒരു ആഹ്വാനം അനുസരിച്ച് ജനങ്ങൾ ആയുധമെടുത്താൽ അത് തലമുറകൾ നീണ്ടു നിൽക്കുന്ന വ്യക്തി വൈരാഗ്യങ്ങളിലേക്കും അതുപോലെ കൊലപാതകങ്ങളിലേക്കും കൊള്ളയിലേക്കും ഒക്കെ രാജ്യത്തെ തള്ളിവിടുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഒരു ജനാധിപത്യ രാജ്യത്ത് സൈന്യം അതിന്റെ അതിർവരമ്പുകൾ ലംഘിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഇതിനോടൊപ്പം മറ്റൊരു വലിയ ബോംബ് മൗലാന ഫസ്ലൂർ റഹ്മാൻ പൊട്ടിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ വിദേശ നയങ്ങളിലെയും സൈനിക നീക്കങ്ങളിലെയും ഇരട്ടത്താപ്പ് അദ്ദേഹം തുറന്നുകാട്ടി. കറാച്ചിയിലെ ലിയാരിൽ നടന്ന പൊതുയോഗത്തിലാണ് ഈ ഒരു പ്രസ്താവന എന്നതും ശ്രദ്ധേയമാണ്. അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തുന്ന സൈനിക ആക്രമണങ്ങളെ അദ്ദേഹം ചോദ്യം ചെയ്തു. അദ്ദേഹം ചോദിച്ചത് ഇതാണ്: അഫ്ഗാനിസ്ഥാനിൽ നിങ്ങളുടെ ശത്രുക്കൾ ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ പോയിട്ട് ബോംബിടുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ വന്ന് പാകിസ്ഥാനിലെ ബഹാവൽപൂരിലും മുരീദിലും അവരുടെ ശത്രുക്കളെ ആക്രമിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഒച്ചവെക്കുന്നത്? ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന്റെ നയങ്ങൾക്കെതിരെ സ്വന്തം മണ്ണിൽ നിന്ന് തന്നെയുള്ള ഈ ചോദ്യം പാക് മിലിറ്ററിയെ ശരിക്കും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ആരോപണങ്ങൾ രാഷ്ട്രീയ നേതാവിന്റെ ആരോപണങ്ങളാണ്. ഇവ ആർമി ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ട് എന്നതിലുപരി പൊളിറ്റിക്കൽ അലിഗേഷൻ എന്ന രീതിയിലാണ് കാണേണ്ടത്. ഇനി നമുക്കൊരു ക്വിക്ക് റിയാലിറ്റി ചെക്ക് നടത്താം. നിലവിൽ പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ കടുത്ത ആഭ്യന്തര സമ്മർദ്ദത്തിലാണ്. ഒരു വശത്ത് ബലൂചിസ്ഥാനിൽ വൻതോതിൽ അക്രമങ്ങൾ നടക്കുന്നുണ്ട്, മറുവശത്ത് POKയിൽ ജനകീയ പ്രതിഷേധങ്ങൾ ശക്തമാണ്. ഇതിനിടയിലാണ് ജനസംഖ്യാ നിയന്ത്രണം പോലെയുള്ള സിവിൽ കാര്യങ്ങളുടെ ഹൈ ലെവൽ കമ്മിറ്റികളിലേക്ക് പോലും പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഈ ഒരു ആർമി ചീഫിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സിവിൽ ഭരണത്തിൽ സൈന്യത്തിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. കൂടാതെ ഗിൽജിത് ബാൾട്ടിസ്ഥാനിലെ ഇലക്ഷൻ അട്ടിമറിക്കാൻ സൈന്യം ശ്രമിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണങ്ങളും ഉയരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. പാകിസ്ഥാനിലെ ജനങ്ങളും അവിടുത്തെ പ്രധാന രാഷ്ട്രീയ നേതാക്കളും ഇപ്പോൾ സൈന്യത്തിന്റെ കളിപ്പാവകളാകാൻ തയ്യാറല്ല എന്ന ശക്തമായിട്ടുള്ളൊരു സൂചനയാണ് ഈ ഒരു സംഭവം നൽകുന്നത്.
തോക്കിൻ മുന്നിൽ ഭരണം നിയന്ത്രിക്കുന്ന ആർമി ചീഫിനോട് ജനവിധി തേടാൻ ആവശ്യപ്പെടുന്നത് പാക് ചരിത്രത്തിൽ തന്നെ വളരെ അപൂർവമാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണോ അന്തിമ തീരുമാനങ്ങൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ രാജ്യസുരക്ഷയുടെ പേരിൽ ശക്തമായ മറ്റൊരു സ്ഥാപനം കൂടുതൽ സ്വാധീനം ചെലുത്തുന്നതോ? ഈ ചോദ്യമാണ് വീണ്ടും പാകിസ്ഥാനിൽ ശക്തമായിട്ട് ഉയരുന്നത്. ടേക്ക് ഓഫ് യുവർ യൂണിഫോം ആൻഡ് ഫേസ് ദ വോട്ടേഴ്സ് എന്ന ഒരു വാചകം ഒരു രാഷ്ട്രീയ നേതാവിന്റെ വിമർശനം മാത്രമല്ല, പാകിസ്ഥാനിലെ സിവിൽ മിലിറ്ററി ബന്ധത്തെക്കുറിച്ചുള്ള വർഷങ്ങളായിട്ടുള്ള ചർച്ച വീണ്ടും ലോകശ്രദ്ധയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇനി ഈ രാഷ്ട്രീയ പോരാട്ടം ഏത് ദിശയിലേക്ക് പോകും, ആരാണ് മേൽക്കൈ നേടുക, അത് വരും ദിവസങ്ങളാണ് തീരുമാനിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.